ഹായ് ഫ്രണ്ട്സ്, SK മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സഗീഷ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു പോൾട്രി ഫാമാണ്. പോൾട്രി ഫാമിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാഴ്ചകൾ ഇന്ന് കാണാം. അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. ഇന്ന് അവിടെ മെയിൻ്റനൻസ് വർക്ക് നടക്കുകയാണ്. അപ്പോൾ വർക്കും അതിനനുസരിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങളും നമുക്ക് ഇന്ന് അവിടെ പോയി പരിചയപ്പെടാം. വരും, നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ഗൈസ്, 5 ഏക്കർ സ്ഥലമുള്ള ഒരു ഫാമാണ്. ഈ ഫാമിൻ്റെ ഒത്ത നടുക്കായിട്ടാണ് പോൾട്രി ഫാം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഗോവിന്ദപുരത്തിന് അടുത്തുള്ള ഒരു ഫാമാണ്. ഈ ഫാമിലേക്കുള്ള കറണ്ടും മറ്റ് സപ്ലൈസൊക്കെ ഇവിടുത്തെ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 100 യൂണിറ്റ് കറണ്ട് വരെ ഫ്രീ ആണ് ഈ ഫാമിൽ. കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ടും പിന്നെ പോൾട്രി ഫാമിലേക്കും എല്ലാത്തിനും കൂടി വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ് കറണ്ട് കൊടുക്കുന്നത്. അപ്പോൾ 5 ഏക്കറും ഇങ്ങനെ തെങ്ങും പറമ്പാണ്. അപ്പോൾ നമ്മളിതാ ഫാമിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏകദേശം പണി നടക്കുകയാണ്. ഇവിടെ 2 ഷെഡായിട്ടാണ് ഉള്ളത്. ഈ 2 ഷെഡും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഷെഡിലെ പണി ഏകദേശം കഴിയാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളും അറിയാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതാണ് 20,000 കോഴിയുടെ ഫാമാണ് ഇവിടെ ഉള്ളത്. ഇത് 5,000 കോഴിയുടെ ഒരു ഷെഡാണ്. അതിൻ്റെ മെയിൻ്റെനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്തുള്ള മലപ്പേട്ടയിൽ പോയിട്ട് കൊണ്ടുവന്നിട്ടുള്ള മെറ്റീരിയൽസാണ്. അതിൽ മുഴുവനും നമ്മൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ആ ഒരു അറ്റത്തുള്ള ഒരു കട്ടിങ്ങും കാര്യങ്ങളും പിന്നെ ഇത് കഴുക്കോല് വയ്ക്കാനുള്ള പഴയ മെറ്റീരിയൽസിലെ നല്ല മെറ്റീരിയൽസ് നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതായിരിക്കും നമ്മുടെ ഈ ഫാമിംഗ് ഷെഡിൻ്റെ മേലേക്ക് നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. തേങ്ങയും മട്ടയും ഒക്കെ ഈ ഷീറ്റ് താങ്ങിക്കോളും. നല്ല ബലമുള്ള ഷീറ്റാണ്. മേലെ വീണ് കഴിഞ്ഞാൽ കൂടി ഷെഡിന് പരിക്കോ അല്ലെങ്കിൽ മറ്റ് അത് ഇനി ബാക്കി ഉള്ളിലെ കാഴ്ചകളിലേക്ക് കാണാം. അപ്പോൾ ഇതാണ് അടുത്ത 5,000 സ്ക്വയർ ഫീറ്റ് ഉള്ള അല്ലെങ്കിൽ 5,000 കോഴി കപ്പാസിറ്റി ഉള്ള അടുത്തൊരു ഷെഡ് കാഴ്ച. ഇതിന് വാട്ടർ കണക്ഷൻ, ഇലക്ട്രിക് കണക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഇനി അടുത്ത സ്റ്റെപ്പ് അതൊക്കെയാണ് കൊടുക്കുന്നത്. മേലെ ഷീറ്റ് വർക്കും ഫാമിലെ മറ്റു വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നിലം ഒന്ന് കോൺക്രീറ്റ് ചെയ്യും. പിന്നെ കറണ്ട് കണക്ഷൻ, അതിനോടൊപ്പം തന്നെ വാട്ടർ കണക്ഷൻ, ഇതെല്ലാം കൊടുക്കാനായിട്ടാണ് ഇനി അടുത്ത പ്ലാൻ ഉള്ളത്. കൂടാതെ ഈ ഫാമിൻ്റെ ഈ സൈഡിൽ അടിക്കാനുള്ള നെറ്റും കാര്യങ്ങളൊക്കെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഈ കോൺക്രീറ്റും മറ്റു വർക്കുകളും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഫാമിലേക്ക് സൈഡ് നെറ്റ് വെച്ചിട്ട് ഇരുമ്പിൻ്റെ മെഷ് നെറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ മെഷ് നെറ്റ് സൈഡ് മുഴുവൻ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ ഫാമും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതിന് വ്യത്യസ്തമുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.